നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കല്യാണം കഴിക്കുമ്പോഴേ ശ്രദ്ധിക്കണം. നബി പറഞ്ഞു, ഇതൊന്ന് കേൾക്കണം കേട്ടോ, സ്ഥിരമായിട്ട് കേട്ടതാണ്, പക്ഷെ ഇതിലൊരു പ്രധാന പോയിന്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അത് പറയാനാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു പോയിന്റ്. നോക്കിക്കേ, ഈ പരിസര പ്രദേശം എവിടെയാവട്ടെ, ഇവിടെ എവിടെ ഒരു ഷോപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കൂലേ, ശ്രദ്ധിക്കൂലേ, ആ ഷോപ്പ് നല്ലതാണോ, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിന് കടലാസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, ഈ കെട്ടിടം ഞാൻ വാങ്ങിയ അതിൽ ഹൈറുണ്ടോ. ഒരു കുഞ്ഞി പെട്ടിക്കട തുടങ്ങുമ്പോൾ വരെ ചിന്തിക്കില്ലേ. എന്നാൽ ലോകത്തൊരു മനുഷ്യനും തൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് പറയട്ടെ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും നമ്മളിപ്പോൾ പെണ്ണ് കാണാൻ പോകാന്ന് ഇരിക്കുക, നല്ലൊരു തുണിയും കുപ്പായവും കിട്ടാൻ, അല്ലെ നല്ലൊരു പാൻസ് ഷർട്ട് കിട്ടാൻ എത്രയോ ടെക്സ്റ്റൈൽസിൽ ഒരു ദിവസം ഫുള്ള് ചെലവഴിച്ചിട്ടുണ്ട് നമ്മൾ. സത്യല്ലേ? പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മുടെ മോളെ ഇടിക്കാൻ നല്ലൊരു ഡ്രസ്സിന് വേണ്ടി നമ്മൾ ഒരുപാട് മണിക്കൂർ ചെലവഴിച്ചിട്ടുണ്ട്. സത്യല്ലേ? ആ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു കർച്ചീഫ് സെലക്ട് ചെയ്യാൻ എത്രയോ സമയം നമ്മൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല കർച്ചീഫ് ഏതാ നമ്മൾ നോക്കിയിട്ടുണ്ട്. അന്ന് പുരട്ടേണ്ട സുഗന്ധം എന്താ, അന്ന് ധരിക്കേണ്ട ഷൂ ഏതാ എന്നൊക്കെ ശ്രദ്ധിച്ചു. അതിനെല്ലാം കൂടി എടുത്തത് ഒരു 10 മണിക്കൂറാന്ന് കൂട്ടിക്കോ. പെണ്ണ് കാണാൻ പോകാനുള്ള ഡ്രസ്സ് എടുക്കാൻ 10 മണിക്കൂർ, പെണ്ണ് കാണാനോ 2 മിനിറ്റ്. ഇനി ഞാൻ പറയുന്നത് ചിന്തിച്ചോ, ഈ 2 മിനിറ്റ് കൊണ്ടോ പെണ്ണ് കണ്ട് പുറത്തിറങ്ങി, അപ്പോഴേക്കും വേർത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരി ചോദിക്കാണ്, എടാ എന്താ അഭിപ്രായം, ശരിക്കും ചിന്തിക്കണേ. കൂട്ടുകാരി ചോദിക്കാണ്, അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. 2 മിനിറ്റ് കൊണ്ട് ഓളത് എന്താ ഇഷ്ടപ്പെട്ട്? ഞാൻ എല്ലാവരോടും ചോദിക്കണേ, 2 മിനിറ്റ് കൊണ്ട് എന്താ ഇഷ്ടപ്പെട്ടു? ഓളെ മുഖം, ഓളെ സൗന്ദര്യം, ഓളെ ശരീരം ഓൻ ഇഷ്ടപ്പെട്ടു. 2 മിനിറ്റോട് ഓൾ എന്തൊക്കെ സ്വഭാവം കാണിച്ചോ, സ്വഭാവക്കേട് കാണിച്ചോ? ഓളുമ്മാനോട് എങ്ങനെ പെരുമാറി അറിയോ? ഓളുപ്പാനോട് എങ്ങനെ പെരുമാറുന്ന അറിയോ? ഓക്ക് പ്രേമുണ്ടായിരുന്നു അറിയോ? ഓൾ എത്ര ആളെ പ്രേമിച്ചിരുന്നു എന്നറിയോ? 7ാം ക്ലാസ് തുടങ്ങിയിട്ട് 12ാം ക്ലാസ് വരെ 12 എണ്ണത്തിന് പ്രേമിച്ചോളാ കുത്തിരിക്കുന്നത്. ഓളെ 2 മിനിറ്റോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്. പെണ്ണുങ്ങൾ വിചാരിക്കും, ചെങ്ങായി എന്താ ഈ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് മോളുണ്ടാവുമല്ലോ, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കും. അങ്ങനത്തെ ഒരു പെണ്ണിനെ 2 മിനിറ്റ് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. 2 മിനിറ്റ് കൊണ്ടേ. ഞാൻ ഇന്നലെ എന്റെ വീട്ടിൽ ആരോ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയുണ്ട്, ഞാൻ പറഞ്ഞു നമ്മളെ 2 മാസം ഞാൻ പെണ്ണുണ്ട്. 2 മാസം നമ്മൾ വിശ്വസിക്കുമോ? 2 മാസം പെണ്ണ് കാണാൻ പോയിരുത്തനെ തുടർച്ചയായിട്ട് 2 മാസം കാണുക, ഓള് കാണാണ്ട്. അങ്ങനെ പെണ്ണെട്ടിയാളാ ഞാൻ. ഇന്ന് വരെ ദുഃഖല്ല, ഇന്ന് വരെ 2 മാസം ഞാൻ ഓളെ കണ്ട്, 2 മാസം ഓള് കാണാതെ. ഒറ്റ ദിവസമാണ് ഓളെ പെണ്ണ് കാണാൻ പോയത്. 45 മിനിറ്റോളം എന്റെ മുമ്പിൽ ഇരുത്തിയിട്ട പെണ്ണുണ്ട്. ഓളമ്മ അവിടെ, ഓളിപ്പത്തെ കസേരയില്, ഓളെ വല്യമ്മ അവിടെ, ഞാൻ ഇപ്പുറത്തെ കസേരയില്. അങ്ങനെ പെണ്ണുണ്ട്. ഓളോട് ഞാൻ അന്ന് പറഞ്ഞ ഞങ്ങൾ കേൾക്കുക, നിങ്ങൾ ഇന്നെ പ്രാന്തെന്ന് വിളിക്കൂ, 6എങ്കിലും ചുരുങ്ങി പ്രസവിക്കണം. എന്റെ കുടുംബത്തിൽ ആണായാലും പെണ്ണായാലും 2, അതിന്റെ വീട്ടിൽ പറ്റൂല. എന്റെ ബാപ്പ 7 മക്കളുണ്ട്, എനിക്ക് ചുരുങ്ങിയത് 6 എണ്ണം വേണം. മാഷാ അല്ലാഹ് 8 കുട്ടികളുണ്ട്. ഇപ്പോ അത് വേറെ വിഷയം, അടക്കട്ടെ. ഞാൻ പറയുന്നത് അതുവരെ ഞാൻ പറഞ്ഞിട്ട് ഓളോട് പറഞ്ഞ വാക്കെന്തറിയോ? മുജാഹിദ് വാൽശ്ശേരി എന്നൊരു പ്രഭാഷകൻ വന്നു എന്ന് ഞാൻ ഈ ചാടി കയറി പെണ്ണ് ആകാനൊന്നും മെനക്കെടണ്ട, എനിക്ക് വേറെ പെണ്ണിട്ടെങ്കിൽ നല്ല സൗന്ദര്യമുള്ള കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, 2 മാസമാണ് എന്നെ ഞാൻ പഠിച്ച്. ഏത് പുരുഷനും നിന്നെ കിട്ടിയാൽ രക്ഷപ്പെടും, എനിക്കൊരു സംശയമില്ല. പക്ഷേ എന്നെ കിട്ടിയിരുന്ന എനിക്കൊരു ഇതുവരെ എന്നെ ചിലപ്പോൾ കൊന്നിട്ട് കൊണ്ടുവരും, ചിലപ്പോൾ കയ്യോ കാലോ വെട്ടിക്കൊണ്ടുവരും, ചിലപ്പോൾ ഞാൻ വന്നില്ലാന്ന് വരും. അങ്ങനൊക്കെ ഉണ്ടാവും. എന്റെ വീട്ടിൽ തോന ആളുണ്ട്, ഒരുപാട് വെച്ചു വിളമ്പണം, കഷ്ടപ്പെടണം, ഇത്രയൊക്കെ കുട്ടികളുണ്ടാവണം, 2 കൊല്ലം കൂടുമ്പോൾ ഗർഭിണിയാണോ, ഒരു സ്റ്റോപ്പ് ഉണ്ടാവില്ല. ഇതൊക്കെ പെണ്ണ് കാണുമ്പോൾ പറഞ്ഞിട്ടാ കിട്ടി. എന്നിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ വല്യമ്മനോട് ഒരു വാക്കും പറഞ്ഞു, ഞാനായിട്ട് ഇതിൽ നിന്ന് ക്യാൻസൽ ആവില്ല, നിങ്ങൾ ഒഴിവായിക്കൂടി. കാരണം 2 മാസം ഞാൻ അവളെ വയ്യാൽ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും വണ്ടി കേട്ടോ, ഇതെവിടെ ക്ലിപ്പിട്ടാലും ഇടണം, നിങ്ങൾ എവിടെയും ക്ലിപ്പിടണോ കേട്ടോ. ആ ക്ലിപ്പിട്ട് ജനങ്ങളെ കേൾപ്പിക്കണം, എന്നിട്ട് ജനങ്ങൾ ഇങ്ങനെ ആവണം. ഞാൻ ഓള് കയറുന്ന ബസ് കയറും, ഓളറിയാതെ, ഓളിനറിയില്ല. ലോകത്ത് എത്രയോ ആള് ബസ് കയറി, ഞാനും കയറുന്നുണ്ട്. ഓള് ബസ്സിൽ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് നോക്കണം, കാരണം എന്റെ കുട്ടികളെ പ്രസവിക്കാനുള്ള വിത്ത് ഇറക്കേണ്ട കൃഷിയുടെ അത്. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും കേട്ടോ, ഞാൻ ഈ പറയുന്നത് ലോകത്ത് യുക്തിവാദിക്ക് ക്ലിപ്പാക്കാം, ഏത് താന്തോന്നിക്കും ക്ലിപ്പാക്കാം. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടവനാണ്. ഞാൻ എന്നും പറയും, നാളെയും പറയും, എന്റെ റബ്ബിനിക്ക് എനിക്ക് കരുത്തുന്നു. എന്തുകൊണ്ട്? ഒന്നും ഞാൻ അത്രയും പരിശോധിച്ച്, ഇനി എന്തെങ്കിലും പറ്റിയാൽ അതല്ലാ. കാരണം മരിക്കുന്നവരെ അവള് നമ്മളെ കൂടെ ഉണ്ടാവണം, അവളിലാ നമുക്ക് കുട്ടി ഉണ്ടാവണത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെ മോനെ കൊണ്ട് കെട്ടിച്ച്? വല്ലാത്തൊരു പരിശോധനയ്ക്ക് ശേഷം കെട്ടിച്ച്. അറിയണോ, നമ്മൾ എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ സുഖക്ഷേമങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങി ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ഉമ്മ മോളോട് പറയാ, മോളെ പാലിൽ വെള്ളം ചേർക്ക്, മോളെ പാലിൽ വെള്ളം ചേർക്ക് മോളെ. ആ കുട്ടി പറയണം, ഉമ്മ ഇല്ല ഞാൻ ചേർക്കൂല ഉമ്മ. ഇല്ല മോളെ, ആരും അറിയില്ല. അപ്പൊ കുട്ടി പറയണു, ഉമ്മ കഴിഞ്ഞ ആഴ്ചയും ഉമർ ബിൻ ഖത്താബിന്റെ ഖുതുബയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് പാലിൽ വെള്ളം ചേർക്കൽ സാമൂഹ്യ തിന്മയാണ്, ഞാൻ ചെയ്യൂലമ്മ. അപ്പൊ ഉമ്മ ചോദിക്കണം മോളോട്, മോളെ അതിന് ഉമർ എങ്ങനെയാ അറിയാ, ഉമർ എങ്ങനെയാ കാണുക? ധാർമ്മിക ജീവിതം നമ്മളെ വിഷയം, ധാർമ്മിക ജീവിതം. അപ്പൊ ആ കുട്ടി പറയുന്ന വാക്കെന്താ അറിയോ? ഉമ്മാനേക്കാളും പക്വത കുറവായിക്കല്ല മോക്ക്, ഉമ്മാക്കാണല്ലോ പ്രായം കൂടുതൽ, ഉമ്മയാണല്ലോ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ടും ആ മോള് പറയുന്ന എന്താ? ഉമ്മ ഞാൻ ചെയ്യൂല. ഉമർ കണ്ടില്ല, ശരിയാണ് ഉമ്മ. ഉമ്മന്റെ പട്ടാളം കണ്ടില്ല, ശരിയാണ് ഉമ്മ.
പാല് വെള്ളം ചേർത്ത് കൊടുക്കുന്നവരും അറിഞ്ഞില്ല. ശരിയാണ് ഉമ്മ, പടച്ചോൻ അറിയാണ്ടിക്കും ഉമ്മ. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്ന, ഹൃദയത്തിന്റെ വിചാരവികാരങ്ങൾ അറിയുന്ന റബ്ബറിയിലെ ഉമ്മ. അതുകൊണ്ട് ഈ മോള അതിന് കിട്ടൂല. ഇനി ഞാൻ പറയുന്നത് കേട്ടോ, ആ കുട്ടി ചെറ്റക്കുടില്ല, പാൽക്കാരിയ. ഉമർ ഇബ്നു ഖത്താബ് ആരാ? ലോകരെ എഴുതി വെച്ച എന്തറിയോ? ഗാന്ധിജി പോലും പറഞ്ഞ സ്വതന്ത്ര ഇന്ത്യയില് ഉമർ ഇബ്നു ഖത്താബ് ഭരിച്ചാ മതി. അത്രയും 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിച്ച, ഏക ആത്മീയ സാമ്രാജ്യത്തെ ഭരിച്ച വിശ്വാചാര്യനായിരുന്നു ഉമർ ഇബ്നു ഖത്താബ്. നീതിയുടെ മകുടോദാരനായിരുന്നു. അദ്ദേഹം ആ വീടിന് മാർക്കിട്ടു. അദ്ദേഹം മോളെ സൗന്ദര്യം കണ്ടിട്ടില്ല, കുട്ടിന്റെ വലുപ്പ ചെറുപ്പം അറിഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടിയുടെ ക്വാളിറ്റി അതിന് മാർക്കിട്ടു വിട്ടിന്. പിറ്റേന്ന് രാവിലെ വീട്ടിൽ ചെന്നിട്ട് സ്വന്തം മോനോട് ചോദിക്കണം എന്തറിയോ? ഖാസിമേ, രഹസ്യത്തിലും പരസ്യത്തിലും ധാർമ്മികത കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന അടിവരട്ടോ ധാർമ്മിക ജീവിതം. രഹസ്യത്തിലും ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലാക്കി എന്തറിയോ? ഒരു തുള്ളി പാലിൽ വെള്ളം ചേർക്കൂലെങ്കിൽ അമൂല്യമായ ചാരിത്രത്തിൽ ആ പെണ്ണ് പങ്കു ചേർക്കുവോ? എന്റെ മോനെ പറ്റിയ പെണ്ണാണ്. ചെറ്റക്കുടിയിൽ നിന്ന് ധാർമ്മിക ജീവിതമുള്ള ഒരു കുട്ടിയെ, അപ്പൊ സുരക്ഷിതത്വമുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് അതിലുണ്ടായി. ആരുണ്ടായി? ലോകം കണ്ട 2ാം ഉമർ എന്ന് വിളിക്കപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ കുടുംബത്തിലാ ജനിച്ചത്. ഉമർ ബിൻ ഖത്താബ് മോനോട് ചോദിക്കണേന്നറിയോ? രഹസ്യത്തിലും പരസ്യത്തിലും പടച്ചോനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണുണ്ടടാ ചെറ്റക്കുടിയിൽ, ഉപ്പാന്റെ കുട്ടിക്ക് അത് മതിയോ? ആ മകൻ പറഞ്ഞു, ഉപ്പാ എനിക്ക് അതിനോളം വലുത് എന്താ, ഉപ്പ സർട്ടിഫിക്കറ്റ് തന്നില്ല ഉപ്പാ. ഇതാണ് ഇസ്ലാം. അങ്ങനെ നിങ്ങൾ ഒരു പെണ്ണിനെ കൊണ്ടുവരി.